ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം അതുപോലെ തന്നെ 6th സെമ്മിൻ്റെ എക്സാം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ വീഡിയോൻ്റെ താഴെ ഒരുപാട് കുട്ടികൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. 14-ാം തീയതി എക്സാം മാറ്റിയോ അല്ലെങ്കിൽ 15-ൽ എക്സാം മാറ്റിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ടൈം ടേബിൾ പ്രകാരം 14-ാം തീയതിയാണ് എക്സാം ആരംഭിക്കുന്നത്. അപ്പോൾ 2022 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ലിറ്റ്മോസ്ഫിയർ എന്ന സബ്ജക്റ്റും അതേപോലെ 2019 to 21 വരെ അഡ്മിഷൻ എടുത്തുള്ള വിദ്യാർത്ഥികൾക്ക് ട്രാൻസാക്ഷനുമാണ്. അപ്പോൾ 14-ാം തീയതിക്കത്തെ ഈ ഒരു 2 എക്സാമാണ് മാറ്റിവെച്ചത്. അപ്പോൾ 16-ാം തീയതി മുതലാണ് ഇനി ഫസ്റ്റ് സെം എക്സാം ആരംഭിക്കുക. അപ്പോൾ അത് കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും അതേപോലെ SDE പ്രൈവറ്റ് രജിസ്ട്രേഷൻ സ്റ്റുഡൻസിനും അതേപോലെ തന്നെയാണ് 14-ാം തീയതി ഈ 2 എക്സാമും മാറ്റിവെച്ചു. ലിറ്റ്മോസ്ഫിയറും അതേപോലെ ട്രാൻസാക്ഷൻ എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. ഇനി എക്സാം ആരംഭിക്കുന്നത് 16-ാം തീയതി മുതലാണ്. 16-ാം തീയതി 2019 to 21 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വേസ് വിത്ത് വേർഡ്സും അതേപോലെ 2022 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് ആരംഭിക്കുന്നത്. ഓക്കെ, 2017-18 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർച്ച് 14-ന് ട്രാൻസാക്ഷൻ എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ എന്ന സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് മാറ്റിവെച്ചത്. പിന്നെ 16-ാം തീയതി മുതൽ വേസ് വിത്ത് വേർഡ്സ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് ആരംഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ 2017-18 അഡ്മിഷൻ എടുത്ത SDE പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെയാണ് എക്സാം. 14-ാം തീയതിക്കത്തെ ട്രാൻസാക്ഷൻ ഇംഗ്ലീഷ് എസെൻഷ്യൽ ലാംഗ്വേജ് സ്കില്ല് മാറ്റി 16-ാം തീയതി വേസ് വിത്ത് വേർഡ്സ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് ഇനി മുതൽ ഉണ്ടാവുക എക്സാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 14-ാം തീയതി എക്സാം മാറ്റി പകരം ഇനി 16-ാം തീയതിയാണ് ഫസ്റ്റ് സെം എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 14-ാം തീയതിക്കത്തെ എക്സാം പിന്നീട് നടക്കുന്നതായിരിക്കും. അതിന് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഇൻഫോർമേഷൻ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.